السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين، أما بعد. وقال النبي صلى الله عليه وسلم: العلماء ورثة الأنبياء. ഏറ്റവും സ്നേഹ ആദരവോടെ നിറഞ്ഞ മൽജഇന്റെ സാരഥി ജലാലുദ്ദീൻ തങ്ങളവർകൾ, അദ്ദേഹത്തിന്റെ മകൻ ഫഹീം തങ്ങളവർകൾ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, വിശിഷ്ടാതിഥികൾ, ഈ മഹത്തായ റിഫാഇ റാത്തീബിന്റെ 10ാം വാർഷിക മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ ധീരഭടന്മാർ, ഉമ്മഭംഗന്മാർ, സഹോദര സഹോദരിമാർ, ഞാൻ നീണ്ട പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട എല്ലാ വേദികളിലും നിറസാന്നിധ്യമായ ലുക്മാനുൽ ഹക്കീം സഖാഫി ഉസ്താദ് അവർകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രഭാഷണം കഴിഞ്ഞ ഉടനെ മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുണ്ട്, പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പുല്ലാര സഖാഫി ഉസ്താദിന്റെ പ്രഭാഷണം ഒരല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണ്, തുടങ്ങുന്നതാണ്. അതുവരെ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ നിന്നും ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രഭാഷണത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പ്രസ്ഥാനം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട്. അത് നിലനിൽക്കണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം ഒക്കെ സജീവമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. SSFന്റെയും SYSന്റെയും SMA-യുടെയും അതുപോലെ കർണാടക മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ നേതൃപദവിയിലും അതുപോലെ പ്രവർത്തന രംഗത്തൊക്കെ സജീവമായി നാം പ്രവർത്തിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം അത്യാവശ്യമാണ്. അഷ്റഫുൽ ഖൽഖ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരുന്നത് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവര് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. മഹത്തുക്കളായ 1,24,000-ഓളം വരുന്ന, അല്ലെങ്കിൽ 2,24,000-ഓളം വരുന്ന അംബിയ മുർസലീങ്ങൾ, അവർ ഈ ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ ആശയം, ആ മഹത്തായ സന്ദേശം അത് കൈപിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് നമ്മിലേക്ക് എത്തിച്ചു തന്നവരാണ് മഹത്തുക്കളായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് താബിഈങ്ങൾക്ക്, അവിടുന്ന് തബഅ താബിഈങ്ങൾക്ക്, അങ്ങനെ പരമ്പരാഗതമായി
നമ്മിലേക്ക് എത്തിച്ചു തന്ന ആ മഹത്തായ ആ വിജ്ഞാനം അത് വിതരണം ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ ഭൂമി ലോകത്തുണ്ട്. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ മഹത്തായ വാദി ഇർഫാൻ എന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ പഠിച്ച് പഠനം പൂർത്തിയാക്കി വിവിധ കോളേജുകളിൽ നിന്ന് ബിരുദം വാങ്ങി ഒരുപാട് ഉസ്താദുമാർ ഖതീബായും അതുപോലെ പള്ളികളിലൊക്കെ സേവനം ചെയ്തു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അടുത്ത വർഷങ്ങളിൽ ഇൻഷാ അല്ലാഹ് ക്യാന്റീൻ സൗകര്യമാണ് വിദ്യാർത്ഥികൾക്ക് നാം നൽകുന്നത്. ഇതുവരെ വീടുകളിലായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം അടുത്ത വർഷത്തിൽ ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾക്കുള്ള ഫുഡ് ക്യാന്റീൻ സൗകര്യമായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനും കൂടുതൽ സമയം കിട്ടുവാനും ഒക്കെ വളരെ സൗകര്യപ്രദമായിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു മഹത്തായ സൗകര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പഠന സൗകര്യത്തിന് വേണ്ടി വലിയ കമ്പ്യൂട്ടർ റൂം തന്നെ അതിനുവേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭാഷാ പഠനത്തിന് വേണ്ടി ഉസ്താദുമാർ കഠിനാധ്വാനം ചെയ്തു വരികയാണ്. അറബി ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഉറുദു ഭാഷ, അങ്ങനെ ബഹുഭാഷാ പണ്ഡിതന്മാരായി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവരെ സമുദായത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ കേവലം കന്നഡ മാത്രം സംസാരിക്കുന്നവരായി പോകാൻ തീരാ. അതുപോലെ മലയാള ഭാഷ മാത്രം സംസാരിക്കുന്നതായതുകൊണ്ട് മറ്റു സ്റ്റേറ്റുകളിൽ ചെന്നാൽ അവർക്ക് പ്രബോധനം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മുതഅല്ലിമീങ്ങളെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് ഭാഷയിലോ ഉറുദു ഭാഷയിലോ കന്നഡ ഭാഷയിലോ വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നൽകി ഉത്തമരായ ആലിമീങ്ങളായി പണ്ഡിതന്മാരായി സമുദായത്തിന് സമർപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ പ്രധാനമായും കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നാൾക്ക് നാൾ നമ്മുടെ സ്ഥാപനത്തെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ് സ്ഥാപനത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു വിശാലമായ ഒരു സ്ഥലം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു 500 മീറ്റർ അങ്ങോട്ട് പോയാൽ 6.5 ഏക്കറോളം വരുന്ന മഹത്തായ സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ എടുക്കാനുണ്ട്. വലിയ വലിയ പദ്ധതികളൊക്കെയാണ് നാം അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മഹത്തായ നമ്മുടെ വാദി ഇർഫാൻ എന്ന സ്ഥാപനത്തെ മഹത്തായ സ്ഥാപനത്തെ അതിനെ കൈയോട് കൈ ചേർത്ത് അതിന് വേണ്ട ഹെൽപ്പുകൾ സൗകര്യങ്ങൾ സഹകരണങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തകരാണ്. സ്ഥാപനത്തിന്റെ മുഹിബ്ബീങ്ങളാണ്, ആശിഖീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെ അതുപോലെ മറ്റു സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങള് പെരിഞ്ചയിൽ വലിയ ഒരു സ്ഥാപനത്തിനെ തറക്കല്ലിട്ട് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഗാർഡന്റെ ബ്രാഞ്ചായി അതിന്റെ കീഴ്ഘടകമായി പ്രവർത്തിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ വെൽത്തങ്ങാടി താലൂക്കിൽ മറ്റു താലൂക്കുകളിൽ കർണാടകയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ നമ്മൾ വളർത്തുക, അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുക. എന്നാൽ സുന്നത്ത് ജമാഅത്ത് വളരുന്നതാണ്. സ്വാതന്ത്ര്യത്തോടുകൂടെ സുന്നത്ത് ജമാഅത്ത് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ അത് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വെച്ചാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല.
ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഏത് ശത്രുവിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. സുന്നത്ത് ജമാഅത്ത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു നാം പറയണോ, ആ പറയാനുള്ള വേദികളാണ് സ്ഥാപനങ്ങൾ ഒരുക്കുന്നത്. സ്ഥാപനമാണെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളവരുടെ സ്ഥാപനമാണെങ്കിലും ഇൻഷാ അല്ലാഹ് സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിൽ ഉയർന്നു വരുമ്പോൾ സുന്നത്ത് ജമാഅത്താണ് ഉയർന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇനിയും നമ്മുടെ സ്ഥാപനത്തെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പുതുതായി സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിച്ച സ്ഥലത്ത് ഒരുപാട് പദ്ധതികൾ, ഒരുപാട് സ്വപ്നങ്ങൾ, കിനാവുകളുണ്ട്. അടുത്ത നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ നമുക്ക് അവിടെ ബിൽഡിങ്ങുകൾ എടുക്കുവാൻ, ബിൽഡിംഗ് സമുച്ചയങ്ങൾ എടുക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഈ മഹത്തായ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ഒരുപാട് ഗുണകാംക്ഷികൾ, വ്യാപാരികൾ, സുഹൃത്തുക്കൾ, പ്രവർത്തകർ, നേതാക്കന്മാർ ആ വാങ്ങിച്ച സ്ഥലത്തിലേക്ക് 50,000, 1,25,000, 10,000 കഴിയുന്ന സംഭാവനകളെല്ലാം നൽകി ആ സ്ഥാപനത്തെ, ആ സ്ഥലത്തെ വാങ്ങിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം 25, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് റിഫാഇ റാത്തീബിന്റെ 11ാം വാർഷിക മഹാസമ്മേളന മജ്ലിസ് നമ്മുടെ വാദിയർഫാന്റെ പുതിയ സ്ഥലത്ത് നമുക്ക് നടത്തണം അതിയായ ആഗ്രഹമുണ്ട്. അല്ലാഹു എല്ലാ മാർഗങ്ങളും നമ്മുടെ മുന്നിൽ തുറന്നു നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ വേദിയിൽ ധാരാളം വിശിഷ്ടാതിഥികളുണ്ട്. ഈ മഹത്തായ മജ്ലിസിൽ ഒരുപാട് മുഹിബ്ബീങ്ങൾ, ആശിഖീങ്ങളുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഭാഗത്ത് അകമഴിഞ്ഞ് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഇൽമിന്റെ കേന്ദ്രം അത് വളർന്നു പന്തലിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ബദ്റുസ്സാദ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവറുകള് കുറ്റിയടിച്ച് ആരംഭം കുറിച്ച ഈ മഹത്തായ സ്ഥാപനം അതൊരിക്കലും പൊട്ടായി പോവുകയില്ല. ഏതൊരു സ്ഥാപനവും മക്കളില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളില്ലാത്തതിന്റെ പേരിൽ, സഹായിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും പൂട്ടേണ്ടി വന്നിട്ടില്ല. ഓരോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളോ ഓരോ വർഷവും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോകുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ സ്ഥാപനവും അതുപോലെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാസത്തിൽ നടക്കുന്ന റിഫാഇ റാത്തീബ്. ആ റിഫാഇ റാത്തീബിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ, ആയിരക്കണക്കായ മുഅ്മിനാത്തുകൾ നമ്മുടെ മഹത്തായ മജ്ലിസിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം സഖാഫി ഉസ്താദ് വർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഓലമുള്ള ഉസ്താദ് നമുക്കൊക്കെ സുപരിചിതനായ, എല്ലാവർക്കും വേണ്ടപ്പെട്ട, എല്ലാവരും സ്നേഹിക്കുന്ന ഉസ്താദ് ഒരു 5 മിനിറ്റ് ഉസ്താദ് അവറുകൾ ഒരു ആശംസ പ്രഭാഷണം നടത്തി ഇൻഷാ അല്ലാഹ് നമ്മെ അനുഗ്രഹിക്കും. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله
وصحبه أجمعين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا. صدق الله مولانا العظيم. مثل الذي يذكر ربه والذي لا يذكر ربه كمثل الحي والميت. صدق رسول الله صلى الله عليه وسلم. السلام عليكم ورحمة الله. ബഹുമാന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, നേതാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച മഹത്തായ ഈ സ്ഥാപനം അന്ന് മുതൽ ഓരോ മാസവും ഇവിടെ നടത്തി വരുന്ന റിഫായി റാത്തീബ്, അതിൻ്റെ മഹത്തായ ഒരു വാർഷിക പരിപാടിയാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നാം എല്ലാവരും വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളും നമ്മുടെ മജ്ലിസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുവറുകൾ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്ലാഹു അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അങ്ങനെയുള്ള ഈ സമയത്ത് ഞാനൊരു പ്രഭാഷണത്തിന് തുനിയുന്നത് ശരിയല്ല, ഞാനതിന് അർഹനുമല്ല. എങ്കിലും ഓതി വെച്ചൊരു ആയത്ത് ദിക്റിന്റെ മജ്ലിസാണല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് പരിശുദ്ധ ഖുർആനിൽ. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. അല്ലാഹുവിനെ നിങ്ങൾ പെരുത്ത് ദിക്ർ ചൊല്ലണം. അല്പം ദിക്ർ ചൊല്ലിയാൽ പോരാ, അല്ലാഹുവിനെ നിങ്ങൾ പെരുത്ത് ദിക്ർ ചൊല്ലണം. ഈ പെരുത്ത് ദിക്ർ ചൊല്ലണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? അതിന്റെ താല്പര്യം മഹാനായ ഇമാം സാവി തങ്ങൾ മൂപ്പരുടെ തഫ്സീർ സാവി വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അല്ലാഹു നിങ്ങൾ പെരുത്തും ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം മഹാനവർ വിവരിക്കുന്നതായി കാണാം. തഫ്സീർ സാവി ഐ ബിൽ ലൈലി വൽ നഹാരി ഫിൽ ബർരി വൽ ബഹരി والحضر والسفر والصحة والسقم والسر والعلانية وفي كل حال. അല്ലാഹു പെരുത്തു ദിക്ർ ചൊല്ലണമെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താല്പര്യം ഇമാം സ്വാമി തങ്ങൾ തഫ്സീർ സ്വാമി വിവരിക്കുന്നത്, നിങ്ങൾ അല്ലാഹു രാത്രി സമയത്ത് ദിക്ർ ചൊല്ലണം, പകൽ സമയത്ത് ദിക്ർ ചൊല്ലണം, കരയിലുള്ള സമയത്ത് ദിക്ർ ചൊല്ലണം, സമുദ്രത്തിലുള്ള സമയത്ത് ദിക്ർ ചൊല്ലണം. ആരോഗ്യം നശിച്ച് നിങ്ങൾക്ക് വിരിപ്പിലും കിടപ്പിലുമായാലും അപ്പോഴും അല്ലാഹുവിന്റെ ദിക്ർ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. ആരോഗ്യമുള്ള സമയത്ത് ഏതായാലും ദിക്ർ ചൊല്ലണം, ആരോഗ്യം കുറഞ്ഞ സമയത്തും അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലണം. പിന്നെ രഹസ്യമായും അല്ലാഹു നിങ്ങൾ ദിക്ർ ചൊല്ലണം. ഇതുപോലത്തെ മജ്ലിസ് ഉണ്ടാക്കി പരസ്യമായും നിങ്ങൾ ദിക്ർ ചൊല്ലണം. വഫീ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിങ്ങൾ ഉണ്ടാകണം എന്നതാണ്. അല്ലാഹു നിങ്ങൾ പെരുത്തു ദിക്ർ ചൊല്ലണം എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താല്പര്യം മഹാനായ ഇമാം സാവി തങ്ങൾ മൂപ്പരുടെ തഫ്സീർ സാവി വിവരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അല്ലാഹു ആ നിലക്കുള്ള ശരിയായ ദാക്രിയങ്ങളുടെ കൂട്ടത്തിൽ, അല്ലാഹു ദിക്ർ അധികരിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹ് ആ നിലക്ക് അല്ലാഹുവിന്റെ ദിക്ർ അധികരിപ്പിച്ച് അവസാനം നിന്റെ കൽപ്പനകളെല്ലാം സ്വീകരിച്ച് നീ കൽപ്പിച്ച് വിരോധിച്ച കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശരിയായ നിലക്കുള്ള തഖ്വാന്റെ ജീവിതം ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് വളരെ റാഹത്തോടെ പരിപൂർണമായ ഈമാനോടെ ഈ ലോകത്തോട് കൂടെ പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദുകളുടെ നേതൃത്വത്തിൽ ഇവിടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അഭിവൃദ്ധിയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ശരിയുള്ള
ബഹുമാനിയായ സാദാത്തുക്കൾക്കും ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്കുമുള്ള ഉലമാക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കും അതുപോലെ ഈ മജീസിലേക്ക് എത്തിച്ചേർന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ ചെറിയവർ വലിയവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ നിലക്കുമുള്ള ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.